ഞാൻ അപ്പോഴേ പറഞ്ഞു ഐ ഗെയിമിൻ്റെ ട്രെയിലർ അടിപൊളിയായി മാറുമെങ്കിൽ ഈ ഓണത്തിന് നമുക്കൊരു ഗംഭീരമായ ക്ലാഷ് കിട്ടുമെന്ന് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നതാണ്. ആ തുടക്കം തൊട്ടേ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പഞ്ച് മൊമെൻറ്റ് കിട്ടിയ സമയമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് കിട്ടിയ ആ പഞ്ച്. നഹാസ് ഹിദായത്തിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഗെയിമിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. ആൻഡ് യു ഗെസ് വാട്ട്, അതൊരു മലയാള സിനിമയുടെ വിഷ്വലാണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പല സിനിമകളും കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. അതായത് മലയാള സിനിമയുടെ വിഷ്വൽസ് ഇങ്ങനെയാണ്, മലയാള സിനിമയുടെ കഥ ഇങ്ങനെയാണ്, കോർ ഇങ്ങനെയാണ്. പക്ഷേ ദ വിഷ്വൽസ് അലോൺ സ്റ്റൺസ് യു എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഗെയിമിൻ്റെ ട്രെയിലർ വിഷ്വൽസ് എനിക്ക് കിട്ടിയത്. കാരണം ഞാനത് 3 വട്ടം കണ്ടു ആ ട്രെയിലർ. ട്രെയിലർ കട്ട്സ് വേറെ, സ്കെയിൽ, ക്യാൻവാസ് എന്നൊക്കെ പറയുന്ന സാധനം വേറെ. നമുക്കൊരു വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെ അടിക്കുന്നുണ്ട്, എന്നാൽ പോലും എനിക്കിതിനകത്തൊരു പുതിയ മലയാള സിനിമ കിട്ടി, ഒരു റിഫ്രഷിങ് മലയാള സിനിമ. അതായത് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ബഡ്ജറ്റ് മുടക്കി ഇങ്ങനെ കളർ പരിപാടിക്കൊക്കെ ഒരു സിനിമ മലയാള സിനിമയിൽ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. നമ്മൾ വളരെ കോറായിട്ടുള്ളൊരു വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് വളരെ കോർ കണ്ടന്റ് സംസാരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഞാൻ പറയുന്നത് ഗെയിമിനകത്തൊരു കോർ കണ്ടന്റ് ഇല്ലെന്നല്ല, ഞാൻ പറയുന്നത് ഐ വാസ് സ്റ്റണ്ട് വിത്ത് വിഷ്വൽസ്. ആ വിഷ്വൽസ് കണ്ടിട്ട്, DQൻ്റെ ലുക്സ് കണ്ടിട്ട്, സ്വാഗ് കണ്ടിട്ട്, DQന് മാത്രമല്ല പല ക്യാരക്ടേഴ്സിൻ്റെയും അവരവരെ അഴിഞ്ഞാടുന്ന രീതിയിലുള്ളൊരു സ്പേസ് കൊടുക്കുന്ന രീതിയിലാണ് ഗെയിമിൻ്റെ ട്രെയിലർ ഫീൽ ചെയ്തത്. ആൻഡ് ചമൻ ഇസ് ദി എഡിറ്റർ ഓഫ് ഗെയിം. ആൻഡ് ഞാൻ പറയുന്നത് ദിസ് ഇസ് ഗോണ ബി എ പാത്ത് ബ്രേക്കിംഗ് ഫിലിം എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, RDX ചെയ്ത് നഹാസ് ഹിദായത്ത് ആദ്യമായിട്ട് ചെയ്ത സിനിമ തന്നെ 100 കോടി ക്ലബിനെ മുകളിലേക്ക് കൊണ്ടുപോവുക, അത് ആളുകളെ തിയേറ്ററിൽ നിന്ന് സ്റ്റൺ ചെയ്യിക്കുക. അയാൾ രണ്ടാമതൊരു പടം ചെയ്യുമ്പോൾ അത് വെറുതെ ചെയ്യില്ല എന്നുള്ളൊരു ചെറിയ ഹോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 2, ദുൽഖർ സൽമാൻ്റെ മലയാളത്തേക്കുള്ള റീ എൻട്രിയാണ്. കൊത്ത കഴിഞ്ഞിട്ട് ദുൽഖർ പിന്നീട് തെലുങ്കിലും തമിഴിലും ഒക്കെ പോയി അഭിനയിച്ചു അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാറായിട്ട് നിൽക്കുമ്പോഴേക്കും ദുൽഖർ കമ്മിങ് ബാക്ക് ടു മലയാളം സിനിമ ഈസ് നോട്ട് ഫോർ നെയിം സേക്ക്. ദുൽഖർ ചുമ്മാ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദുൽഖർ വരുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് ആയിരിക്കണം. അത് തിരിച്ചടിക്കണം. ഇപ്പം കൊത്ത പോലൊരു സിനിമയുടെ പരാജയം ദുൽഖറിനെ മാനസികമായിട്ട് അലട്ടിയിട്ടൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈവൻ ഇഫ് ദുൽഖർ അഡ്മിറ്റ്സ് ഇറ്റ് ഓർ നോട്ട്, കൊത്തയുടെ ഒരു ജയപരാജയം അല്ലെങ്കിൽ ആ ഒരു വേർഡിക്റ്റ് എന്നെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. കാരണം കൊത്ത വളരെ ഹൈപ്പിൽ വന്നൊരു സിനിമയാണ്. പക്ഷെ കൊത്തയുടെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. പക്ഷേ ഐ ബിലീവ് ഇൻ നഹാസ്. ഈ പടത്തിന് എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ സ്റ്റിൽ ബിലീവ് ഇറ്റ് ആൻഡ് ഐ ഡു ബിലീവ് ഇറ്റ് അൺടിൽ ഞാൻ ആ FDFS കണ്ട് ഇറങ്ങുന്നവരെ ഐ വിൽ സ്റ്റിൽ ബിലീവ് ദിസ് ഫിലിം. കാരണം എന്തോ ആ ട്രെയിലർ വരുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും ഹൈപ്പൊന്നുമില്ലായിരുന്നു. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പിച്ചെങ്കിൽ പോലും ദ ട്രെയിലർ ഗിവ്സ് യു സംതിങ്. ആൻഡ് ഈ ട്രെയിലർ നല്ല രസമുണ്ട്. അതായത് എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ ട്രെയിലറിൻ്റെ കോർ ഐഡിയ അവർ പുറത്തു വിട്ടിട്ടില്ല. ദർ ഇസ് സംതിങ് മോർ ബിയോണ്ട് ഈ ട്രെയിലറിൽ കാണുന്ന പോലുള്ള അടി പിടി ബഹളം വെടിവെപ്പ് ഒന്നും അല്ലാണ്ട് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ഒരു ട്രെയിലർ റിവീൽ ചെയ്യാതെ അവരത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുഡോസ്, അതൊരു ഗംഭീരമായ വർക്കായിട്ട് എനിക്ക് തോന്നി. അതെല്ലാം എൻ്റെ ബിലീഫാണ്, എൻ്റെ തോട്ട് മാത്രമാണ്. കാരണം ദിസ് ഇസ് ഗോൺ ബി സംതിങ് മാസീവ്. ഈ ഓണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 3 പടമാണ് വരാൻ പോകുന്നത്. ആ 3 പടങ്ങളും ഇഫ് ഇറ്റ് സ്ട്രൈക്സ് ഗോൾഡ് മലയാള സിനിമ വീണ്ടും ആ ഒരു പ്രോസ്പെറസ് 2024 ഫെബ്രുവരി കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2024 ഫെബ്രുവരി നമുക്ക് ഓർമ്മയുണ്ടാവും, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും ഇറങ്ങിയ സമയമായിരുന്നു ഈ 2024 ഫെബ്രുവരി എന്ന് പറയുന്നത്. ആ 2024 ഫെബ്രുവരി എന്ന് പറഞ്ഞ ഗോൾഡൻ പീരീഡ് 2026 ഓഗസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വിദൂരമല്ല എന്നതാണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട ചാൻസ് ആണ് ഗെയിമിൻ്റെ ട്രെയിലർ കാണുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നത്. ഖലീഫയുടെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബത്ലഹേം കുടുംബയൂണിറ്റിൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദീസ് 2 ഗെയിം സ്റ്റാൻഡ്സ് ഔട്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 1 അതിൻ്റെ ക്യാൻവാസ്, 2 DQ കമ്മിങ് ബാക്ക് ടു മലയാളം സിനിമ, 3 നഹാസ് ഹിദായത്തിൻ്റെ ഡയറക്ഷൻ, 4 ദർ ഇസ് സംതിങ് മോർ. അതായത് ഇതിൻ്റെ കഥയും സിനോപ്സിസും ഒക്കെ ഞാൻ അല്ലാണ്ട് പുറത്തുനിന്ന് വായിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അതാണെങ്കിൽ, അത് ഈ ക്യാൻവാസിൽ എടുത്തിട്ടുള്ളതാണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് എ ക്രാക്കർ ജാക്കറ്റ് ഫ്രം ഹോളിവുഡ്. അത് തന്നെയാണ് ഗെയിമിലൂടെ പ്രതീക്ഷ വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.